നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. നയൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോട്ട്, അവരുടെ ഗ്രോത്തിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് സെൽഫിഷ് ആണെന്ന് പറയാം. അവർക്ക് ഒരു റിലേഷനിൽ നിൽക്കുമ്പം ഇപ്പം നിങ്ങൾ എത്രമാത്രം ഈ ഒരു പേഴ്സണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അത്രയും എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കും. കുറച്ച് സെൽഫിഷ് ആയിട്ട് ഇപ്പം റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരുപാട് സെൽഫിഷ് ആയി കഴിഞ്ഞാൽ റിലേഷൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം രണ്ടുപേരും ഒരുപോലെ അതിലോട്ട് എഫേർട്ട് ഇട്ടാലേ ആ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് വേണ്ട സമയം കണ്ടെത്തിയാലേ പറ്റുള്ളൂ. പക്ഷേ ഈ പേഴ്സൺ ഈ റിലേഷന് വേണ്ടി സമയം കണ്ടെത്തുന്നതിനേക്കാൾ അവർക്ക് അവരുടെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു ടൈം അവർ കണ്ടെത്താനോ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനോ അവർ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നു എന്നുള്ളതല്ലാതെ അവരായിട്ട് സ്വയം മനസ്സിലാക്കി ഈ റിലേഷനിൽ ഞാനും എഫേർട്ട് ഇടണം, എന്നാലേ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുത്ത് സ്വമനസാലെ എടുത്ത് അങ്ങനെ ഒരു എഫേർട്ട് ഇടുന്ന ഒരാളല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിങ്ങൾക്ക് വേണ്ട ഒരു വാല്യൂ കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പേഴ്സൺ തരുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ മാനസികമായിട്ട് ഇത്രയും വിഷമിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഇതിൽ നിന്ന് അവർ മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഒരു വേദനയാണ് എപ്പോഴും ഈ റിലേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോഴും പെയിൻഫുൾ ആയിട്ടാണ് ഈ റിലേഷനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നില്ല, എപ്പോഴും നിങ്ങൾ ബെഗ് ചെയ്യുന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതും അതിൻ്റെ മുകളിൽ നിങ്ങളെപ്പോഴും വേദനിക്കുന്നതും ഒരു സിറ്റുവേഷനാണ് ഈ റിലേഷനിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. അവരുടെ ഫോക്കസിലോട്ടാണ് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സെൽഫിഷ് ആയിട്ടുള്ള ചിന്തകൾ മാത്രമാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ കൂടുതൽ എഫേർട്ട് ഇടുന്നത്. ഒരു ഇമോഷണലി ഒരുപാട് ചിന്തിക്കാത്ത ഒരാളും കൂടിയാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻ അവർക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ ശ്രമിച്ചാലും അവർക്കതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ഒരു സ്വഭാവമേ അങ്ങനെയാണ്. അതങ്ങനെ നമുക്ക് ചേഞ്ച് ഒന്നും ചെയ്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അവർക്ക് അങ്ങനെ ഇമോഷണലി ഒരാളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്നൊരു സ്വഭാവമല്ല അവർക്കുള്ളത്, ഒരു ബിഹേവിയർ അല്ല അവർക്കുള്ളത്. അവരെ ചിലപ്പം ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ ആയിരിക്കാം ജനിച്ച് വളർന്ന് ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അവരുടെ ഇമോഷൻസ് അവരങ്ങനെ എക്സ്പ്രസ് ചെയ്ത് അവർക്ക് ശീലമില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഈ പേഴ്സണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വിഷമങ്ങളാണ് ഈ റിലേഷനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇവർ തീരെ മെച്ചുവേർഡ് അല്ലാതാണ് ഈ റിലേഷനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു ചൈൽഡിഷ് ആയിട്ട് ഈ റിലേഷനെ ഒരു സീരിയസ് ആയിട്ട് കാണാതെയാണ് ഇവരെപ്പോഴും ഈ റിലേഷനിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ റിലേഷനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു സീരിയസ് അല്ലാതെയാണ് ഈ റിലേഷനെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് സീരിയസ് ആയിട്ട് കാണുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും വാല്യൂ തരാതിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന മാനസികമായിട്ടുള്ള പെയിനാണ് നിങ്ങളിപ്പം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. 5 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഇമോഷണലി ഇപ്പം ഒറ്റപ്പെട്ട പോലെയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും ഒക്കെയാണ് നിങ്ങൾ ഈ റിലേഷനെ അങ്ങനെ ഒരു സത്യം പറഞ്ഞ നിങ്ങൾക്ക് ചായാനൊരു തോളായിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് അതുപോലെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം നന്നായിട്ട് നിങ്ങളിപ്പം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പേഴ്സണ് അങ്ങനെ നിങ്ങളെപ്പോലെ ഇമോഷൻസ് അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് അതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളോ അല്ല.
അപ്പം ഈ പേഴ്സണെ നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്ത് തിരുത്തി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയർ മനസ്സിലാക്കി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻ എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് പെയിൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എൻഡ് ചെയ്യാം. ഓക്കെ, അതായത് ഇത് എൻഡ് ചെയ്യാൻ പറ്റാത്തവരോടാണ് ഞാൻ നിങ്ങളോട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ നിങ്ങളോട് നിർബന്ധിക്കുകയല്ല. നിങ്ങൾക്ക് ഇപ്പം ഇത് അവരങ്ങനെയാണെങ്കിലും എനിക്ക് ഓക്കെ ആണ്, ഞാനത് സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ആളെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്കിത് ഭയങ്കര പെയിനാണ്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതിവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ. നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ആൾക്ക് വേറെ റിലേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വറി ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ല ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ സിറ്റുവേഷനിൽ ചേഞ്ച് വരും എന്നുള്ളതാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം വരും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ കുറച്ചുകൂടി ഡെപ്തിൽ ഈ റിലേഷനിൽ വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺവേ ചെയ്യുക. നിങ്ങൾ ആളോട് സംസാരിച്ച് നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങൾക്ക് ഇത് എത്രമാത്രം പെയിൻ തരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കാം. സംസാരിച്ചൊന്ന് എന്തെങ്കിലും രീതിയിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ശ്രമിക്കുക. ചിലപ്പം അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1990, ഭരണി 1985, 1997, കാർത്തിക ഏപ്രിൽ, ജൂലൈ, ലെറ്റർ ഇ, ജനുവരി 1987, ലെറ്റർ എസ്, മെയ്, മാർച്ച്, രോഹിണി, ആയില്യം, ലെറ്റർ ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.